എന്താണ് നടക്കുന്നതെന്ന് സന്തനുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാൾ ശബ്ദമുണ്ടാക്കാതെ നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു തന്നെ ഞെട്ടിക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടത്. സന്തനു അതിവേഗത്തിൽ അവളുടെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അവൾക്ക് നൽകിയ ആ വാക്ക് അയാളുടെ മനസ്സിലേക്ക് വന്നത്. അങ്ങയ്ക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങയെ വിട്ടു പോകുന്നതാണ്. അവളെ നഷ്ടപ്പെടുത്തുവാൻ സന്തനു ഒരുക്കമല്ലായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം തന്റെ വേദന അയാൾ ഉള്ളിൽ കടിച്ചമർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു കുട്ടിയുണ്ടായി. എന്നാൽ ആ കൊച്ചിനെയും അവൾ ഇതുപോലെ തന്നെ ആ നദിയിലിട്ടു. സന്തനു തന്റെ വേദന ഉള്ളിലൊതുക്കി. ഒരക്ഷരം പോലും അവളോട് ചോദിച്ചില്ല. പിന്നീട് അവർക്കുണ്ടായ 7 കുട്ടികളെയും അവൾ ആ നദിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് 8ാമതും ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ സന്തനു അവന്റെ നിയന്ത്രണം വിട്ടു.